പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സച്ചിയുടെയും രേവതിയുടെയും വിശേഷത്തിൽ നമുക്ക് കടക്കാം. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ല പൊന്നു കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെയും കല്യാണം കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് അവർ വീട്ടിലേക്ക് കാറിലേക്ക് വരികയാണ്. 2 വാഹനത്തിൽ കൂടെയാണ് വരുന്നത്. ശ്രീകാന്ത് സ്കൂട്ടറിൽ വരുന്നുണ്ട്. അങ്ങനെ അവർ സന്തോഷത്തോടെ വീട്ടിലോട്ട് വന്നപ്പോൾ അച്ചമ്മ പറഞ്ഞു, ചന്ദ്രേ നീ നേരത്തെയാണ് വരാനുള്ളത്, അതായത് നേരത്തെ വന്ന് നിന്ന് ആരതി ഒഴിയാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാനുള്ള നീ ആയിരുന്നു എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ പെട്ടെന്ന് പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ആരതി എടുത്തിട്ട് വരികയാണ്. എടുത്തിട്ട് വന്നപ്പോൾ ഒഴിയാൻ വേണ്ടി നിൽക്കുമ്പോൾ അച്ഛൻ പറയുന്നത്, ചന്ദ്ര നീ ഒഴിയണ്ട, അത് രേവതിയുടെ കൈ കൊടുക്കുക. രേവതിയുടെ കയ്യിൽ എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അത് ഇവിടെ ആദ്യമായിട്ട് വന്ന മരുമകൾ ആരാണ്? രേവതിയല്ലേ. അപ്പോൾ രേവതിയാണ് അത് ഒഴിയാനുള്ള, അല്ല നീയല്ല. എന്നാൽ പിന്നെ ചന്ദ്ര മനസ്സോടെ അത് കൊടുത്തു. അപ്പോഴത്തേക്ക് സച്ചിയുടെ മുഖത്തേക്ക് നമ്മുടെ രേവതി നോക്കുന്നുണ്ട്. അപ്പം സച്ചി പറയുന്നുണ്ട്, അച്ചമ്മ പറഞ്ഞത് കേട്ടില്ല, അച്ചമ്മ പറയും പോലെ കേട്ടോ ചെയ്തോ എന്ന് പറയും. എന്നിട്ട് അച്ചമ്മ പറയുന്നുണ്ട്, ചന്ദ്രൻ നീ ഒരു വശം പിടിച്ചിട്ട് നീയും കൂടെ ചെയ്യുന്നത്, അതെന്താ ഞാൻ അങ്ങനെ ചെയ്യുന്നത്, നിന്നെ മാറ്റി നിർത്തിയതല്ല, നീ ആരതി ഒഴിയുമെന്ന് പറഞ്ഞ് അങ്ങനെ 2 പേരും കൂടെ ആരതി ഒഴിഞ്ഞതിന് ശേഷം ഇവർ അകത്തോട്ട് കയറി വന്നു. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴേക്കും ശ്രുതി പുറത്ത് നിന്നപ്പോൾ തന്നെ എല്ലായിടും ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോളെ നീ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? നീ ആരെയാണ് നോക്കുന്നത്? നിൻ്റെ മുഖത്തൊരു പ്രസന്നതയില്ലല്ലോ. അത് ഇല്ല, ഞാൻ ഈ വീടൊക്കെ വന്ന് നോക്കിയതാണ്, ഞാൻ ഇനി ഇവിടെ താമസിക്കാനുള്ളതല്ലേ എന്നും പറയായിരുന്നു. അപ്പോഴത്തേക്ക് അകത്ത് കയറി ഇരിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ അച്ഛമ്മയെ നോക്കുകയാണ്, സന്തോഷത്തോടെ ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ശ്രുതി തൊഴുത് എല്ലാം വയ്ക്കുന്നുണ്ട്. പിന്നെ അവിടെ നടക്കുന്നത് ഇങ്ങനെ സച്ചി പറയുന്നുണ്ട്, ഞാൻ പോകുന്നുണ്ട്, ഇവരെ ഈ ചടങ്ങൊക്കെ നോക്കി നിന്നാൽ എൻ്റെ കയ്യിൽ പൈസയൊന്നും കിട്ടില്ല, എനിക്ക് ഓട്ടത്തിന് പോകണമെന്ന് പറയും. അപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു, ഇടാ മര്യാദയ്ക്ക് ഒന്ന് നിൽക്കി, ഈ ചടങ്ങൊന്ന് കഴിഞ്ഞിട്ട് നിനക്ക് നീ എവിടെ വേണമെങ്കിലും പോയിക്കോ, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ എല്ലായിടം കയറി ചുറ്റി കാണിച്ചു തരാമെന്ന് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഇത് കാശ്മീരല്ലേ ചുറ്റിക്കറങ്ങി കാണിക്കാൻ വേണ്ടി, അവിടെ എപ്പോൾ നോക്കിയാലും നമ്മുടെ സച്ചിയും ശ്രുതിയും അവിടെ പ്രശ്നമായിരിക്കും കേട്ടോ. അത് സച്ചിക്ക് മുൻപേ ഉള്ള വൈരാഗ്യമാണ് സച്ചിയെ കൊച്ചുനാളിൽ ഒരു കള്ളത്തനത്തിൽ ഏർപ്പെടുത്തി, അതാണ് അതിൻ്റെ ദേഷ്യം വന്നത്. അങ്ങനെ അച്ചമ്മ പറയുന്നുണ്ട്, പൂജാമുറിയിൽ പോയി അവരെ 2 പേരെയും തൊഴിയിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അച്ചമ്മ ചോദിക്കുന്നു, ഇതൊക്കെ നീ അറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ, നിന്നോടിത് പറഞ്ഞു തന്നാൽ മാത്രമേ ഇനി ചെയ്യുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പൂജാമുറിയിൽ പോയി ശ്രുതിയെ വിളക്ക് കത്തിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇവിടെ എല്ലാം നല്ല പ്രകാശിക്കുന്ന മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് സച്ചി പറയുന്നത്, അങ്ങനെ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കത്തുന്ന എന്തെങ്കിലും സാധനം ഇവിടെ വെച്ച് കത്തിച്ചെടുക്കണം, എങ്കിൽ മാത്രമേ പ്രകാശിക്കുകയുള്ളൂ. സച്ചി ഇതിനിടയ്ക്കുള്ള എല്ലാ ഡയലോഗും അങ്ങ് അടിക്കണം. ഇതിനിടയ്ക്ക് ഒരുപാട് ഡയലോഗ് സച്ചി പറയുന്നുണ്ട് ഇന്നത്തെ കഥയിൽ കേട്ടോ. അങ്ങനെ അവർ തൊഴുന്നുണ്ട്. ഈ പാലും പഴവും കൊടുക്കുന്ന ഒരു സീനാണ്. അപ്പോഴത്തേക്കും രേവതിയോട് പറയുന്നുണ്ട്, ചന്ദ്ര പറയുന്നുണ്ട്, ചെന്ന് പാലെടുത്തിട്ടോ, ബദാമൊക്കെ ഇട്ട് പാലും, അത് ബദാമില്ല അമ്മേ. ബദാം ഇല്ലെങ്കിൽ സച്ചി പറഞ്ഞ് കുറച്ച് ബ്ലീച്ചിങ് പൗഡറെങ്കിലും വാരിയിട്ട് കൊണ്ടു കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് അച്ഛൻ പറയുന്നത്, സച്ചി ഇങ്ങനെയൊന്നും പറയാതെ മോനെ, നീ എന്തോന്നൊക്കെയാണ് പറയുന്നത്. ഇല്ല അച്ഛാ, ഇതിപ്പം ബദാം ഇല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ തന്നെ ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ചന്ദ്ര ആജ്ഞാപിക്കുന്നുണ്ട്, ചെന്ന് പാലെടുത്തുകൊണ്ട് വരാനല്ലേ പറഞ്ഞത്. രേവതി പാലും പഴവും എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, ഈ ആജ്ഞാപിക്കുന്നതുണ്ടല്ലോ, എൻ്റെ ഭാര്യയോട് ആജ്ഞാപിക്കുന്നത് കേട്ടാൽ ഞാൻ ഈ പാലും പഴവും ഇപ്പം നിലത്ത് കിടക്കേ ഉള്ളൂ എന്ന് പറയും. ചന്ദ്ര അപ്പോഴും ഒരു മൗനം പാലിച്ച് അങ്ങനെ നിൽക്കുകയാണ് സച്ചിയുടെ മുമ്പിൽ. അങ്ങനെ പാലും പഴമൊക്കെ കൊടുത്തു. അപ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട്, മോനെ പകുതി ശ്രുതിക്ക് കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, ഇവന് പകുതി കൊടുത്തുള്ള ശീലമുണ്ടോ? ഇവൻ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന ശീലമല്ലേ ഉള്ളൂ, അങ്ങനെയല്ലേ 50 ലക്ഷം രൂപ കൊണ്ടുപോയത് എന്ന് പറയാം. അപ്പോഴത്തേക്ക് അച്ഛൻ പറയും, മോനെ ഒന്ന് മിണ്ടാതിരിക്കാനല്ലേ പറയാം. അങ്ങനെ പാലും പഴവും സന്തോഷത്തോടെ അവർ വാങ്ങി പകുതി ഷെയർ ചെയ്ത് കുടിച്ചുകൊണ്ട് നിന്നപ്പോഴുണ്ട് വീട്ടിൻ്റെ മുറ്റത്തൊരു വാഹനത്തിൻ്റെ സൗണ്ട് കേട്ട്. അങ്ങനെ രവീന്ദ്രൻ വന്ന് നോക്കുമ്പോൾ 2 പോലീസുകാരന്മാർ ഇറങ്ങി വരികയാണ്. ഇത് കണ്ട് നമ്മുടെ സച്ചി ഒന്ന് ഞെട്ടുന്നുണ്ട്, എന്തിനാണ് പോലീസ് ഇവിടെ വന്നത്? ശ്രുതിയും ഞെട്ടുന്നുണ്ട്, എന്തിനാണ് വന്നതെന്നുള്ള ഇതിൽ.
അപ്പോൾ വന്നിട്ട് ചോദിച്ച് സച്ചി ആരാന്ന് ചോദിച്ചു. അത് സച്ചി ഞാനാണെന്ന് ചോദിച്ചു പറയുന്നുണ്ട്. എന്താണ് സാറ്? അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിന്നെ അന്വേഷിച്ചല്ലേ വന്നത്. അവൾ ആരതി ഒഴിഞ്ഞ് കയറ്റിയപ്പോഴേ ഞാൻ മനസ്സ് വിചാരിച്ച് ഇന്ന് എന്തെങ്കിലും വരുമെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. അപ്പോഴേട്ട് എന്താണ് ഈ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്ന ആളിനെ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇന്ന് എൻ്റെ വണ്ടിയിൽ ഓട്ടത്തിന് വന്ന ആളാണ്, എൻ്റെ വണ്ടിയിൽ ഓട്ടത്തിന് വന്ന ആളാണ്, എനിക്കറിയാം. ഇയാൾ വാഹനത്തിനകത്ത് വെച്ച് ഒരു പെൺകുട്ടിയോട് സംസാരിക്കുകയും ചെയ്തു, ഒരുപാട് ചീത്ത പറയുകയും ആ പെൺകുട്ടിയെക്കുറിച്ച് അപമര്യാദയായിട്ട് പെരുമാറുകയൊക്കെ ചെയ്തു. അത് എനിക്ക് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പുറത്തിട്ട് അയാൾക്ക് 2 പൂശി കൊടുത്തു. അപ്പോഴത്തേക്ക് ഇയാൾ എന്ത് ചെയ്ത് ഓടിപ്പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഇയാളെ കണ്ടില്ല. അത് ഞങ്ങൾ CCTV ക്യാമറയിൽ പരിശോധിച്ചപ്പോൾ നിങ്ങൾ അവരെ അടിക്കുന്നത് കണ്ടു, അങ്ങനെ അയാൾ ഓടുന്നത് കണ്ടു, പക്ഷെ പിന്നെ ഒന്നും കണ്ടില്ല. അപ്പോഴത്തേക്ക് പറഞ്ഞ് അപ്പോൾ ഈ ശ്രുതി കാണുന്നുണ്ട് ഇത് നമ്മുടെ നവീനാണ്. അയ്യോ, നവീനും സച്ചിയായിട്ട് എന്താണ് ബന്ധം എന്നാണ് ആലോചിക്കുന്നത്. ശ്രുതി അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. ഇതിനിപ്പോൾ ഏതൊക്കെ ആവോ എന്നുള്ള ഒരു ഭയം ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും പറഞ്ഞ് ഇയാളിപ്പോൾ ഹോസ്പിറ്റലിലാണ്, അയാൾക്ക് കോമ സ്റ്റേജിലാണ്. നിങ്ങൾ അടി കൊടുത്ത് ഓടിയ സമയത്ത് ഇയാൾ ഓടിച്ചെന്ന് വേറൊരു വാഹനത്തിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു. അങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടായി. ഇയാളിപ്പോൾ ആശുപത്രിയിലാണ്. അപ്പോൾ ഇയാളെ പരിശോധിച്ചപ്പോഴും നോക്കിയപ്പോഴും ഒരു മൊബൈൽ കിട്ടി. മൊബൈലിൽ നിന്ന് ഒരു നമ്പർ കിട്ടി. 2-3 പ്രാവശ്യം ഒരു നമ്പറിൽ വിളിച്ചിട്ടുണ്ട്. ആ നമ്പർ ഏതാണെന്ന് അപ്പോഴത്തേക്കാണ് മനസ്സിലായത്. നിങ്ങളെ നമ്പറിൽ വിളിച്ചിട്ടുണ്ട്, വേറെ ഒരു നമ്പറിൽ വിളിച്ചിട്ടുണ്ട്. കേസ് കിട്ടിയാൽ നമുക്ക് അന്വേഷിക്കാൻ വരണമല്ലോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ പേരിൽ വന്നാണ്. നിങ്ങളിതിൽ കുറ്റക്കാരനൊന്നും അല്ല സച്ചി, നിങ്ങൾ നിരപരാധിയാണ്. അപ്പോൾ നിങ്ങളെ പറ്റി കണ്ടപ്പോൾ ഇത് അറിയാമെന്ന് ചോദിച്ചാൽ അറിയാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മീര പറയുന്നുണ്ട്, എടി ഇനി പേടിക്കാനൊന്നുമില്ല, അവൻ ആക്സിഡൻറ്റിൽ പെട്ട് കോമ സ്റ്റേജിലാണ്, അതുകൊണ്ട് ഇനി നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ശ്രുതിക്ക് അല്പം സമാധാനം ആവുന്നുണ്ട്. ഈ സമയത്ത് പോലീസുകാരൻ പറയുന്നുണ്ട്, സാറേ നമുക്കൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്, ഫോൺ നമ്പർ. ഇയാൾ ഒരു നമ്പറിൽ 2-3 പ്രാവശ്യം വിളിച്ചിരിക്കുന്നു, ആ നമ്പറിൽ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എന്നാൽ ആ നമ്പറിലൊന്ന് ഡയൽ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഡയൽ ചെയ്യുന്ന സമയത്ത് ബെല്ലടിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ മൊബൈലാണ് ബെല്ലടിക്കുന്നത്. എല്ലാവരും അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും പറയുന്നു, സാറേ ആ നമ്പറിൽ വിളിച്ചപ്പോൾ ഇവിടെയാണ് കിട്ടിയത്. അപ്പോഴത്തേക്ക് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ശ്രുതി നിനക്ക് ഇയാൾ അറിയാമോ? ഇല്ല എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ശ്രുതിയെ കണ്ടപ്പോഴേ ഞെട്ടലോടെ നിൽക്കുകയാണ്. ശ്രുതിക്ക് എന്തൊക്കെയോ പന്തികേടുണ്ടെന്ന് മനസ്സിലായി. അപ്പോഴത്തേക്കും പറഞ്ഞ് മീരയാണ് ചാടിക്കേറി പറഞ്ഞത്, ഇത് ഇയാൾ വിളിച്ചിരുന്നു, ഇയാളെ ഭാര്യയ്ക്ക് ബ്യൂട്ടീഷ്യൻ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു 2-3 പ്രാവശ്യം വിളിച്ചു. അപ്പോഴത്തേക്കും നമുക്ക് ഇന്ന് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്ന് പറഞ്ഞ് ശ്രുതി ആ സമയത്ത് ഞെട്ടി നിൽക്കുന്നത്. എന്ത് പറയണം, ഞാൻ എന്തോന്നാണ് പറയാനുള്ളത്, എന്ത് ചെയ്യണമെന്നുള്ളത്. എന്നുവെച്ചാൽ എൻ്റെ കല്യാണം മുടങ്ങിപ്പോകുമെന്ന് വിചാരിച്ചത് അതിപ്പോൾ ഭംഗിയായിട്ട് നടന്നു. ദൈവമേ, വീണ്ടും എനിക്ക് കുരുക്കാണല്ലോ വരുന്നതെന്നും വിചാരിച്ചും കൊണ്ട് ശ്രുതി അങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് തടി തപ്പുന്നുണ്ട്.